ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ആക്ച്വലി ഞാൻ നാട്ടിലോട്ട് പോകുന്ന വഴിയാണ്. എനിവേ അപ്പം നാട്ടിലോട്ട് പോകുന്ന വഴി ആ റൂട്ടിലായതുകൊണ്ട് എന്നാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ പാലക്കാട് കറങ്ങിയിട്ട് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ 1-2 പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എത്രയൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പറ്റുന്നത്ര ഒന്ന് ചുമ്മാ ഒന്ന് കണ്ടിട്ട് ഒക്കെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. സോ ഇന്ന് പോയി ഒന്ന് പാലക്കാടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാം. സോ ഫസ്റ്റ് പോയിന്റ് സാക്ഷാൽ പാലക്കാട് ഫോർട്ട്. അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കുക, 15 രൂപ വണ്ടിയുടെ പാർക്കിംഗ് ഫീസ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഞാൻ കൊച്ചിലെ എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ മറന്നുപോയി. എപ്പോഴോ കണ്ട പോലെ പോയിട്ടുള്ള പോലെ ഒരു ഓർമ്മയുണ്ട്. പക്ഷെ എപ്പോൾ എങ്ങനെ ഇതിനകത്തുണ്ടോന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഒരു കണക്കിന് നോക്കിയാൽ എൻ്റെ ഫസ്റ്റ് വിസിറ്റ് എന്നാണ് പറയാം. അറ്റ്ലീസ്റ്റ് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ ഫസ്റ്റ് വിസിറ്റാണ്. എപ്പോഴും വന്നിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സ്കൂളിൻ്റെയോ ഒന്നുമില്ല ഉണ്ടോ? മറന്നുപോയി. എന്താണേലും അല്ല പടം വന്നിട്ടുള്ളപ്പം ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്നില്ല. അത് തീരെ കൊച്ചിലെയായിരുന്നു. ஆனால் എൻ്റെ ആൽബം ഞാൻ കാണിച്ചു. ആ ആൽബം ചെക്ക് ചെയ്ത് നോക്കി അറിയാം. ഏറ്റവും എളുപ്പം കാണുമായിരിക്കും. എനിവേ എന്നാലും എൻ്റെ ബോധപൂർവ്വമുള്ള ഫസ്റ്റ് വരവാണിത്. അമ്പലത്തിൻ്റെ ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് പഞ്ച് ചെയ്തിട്ട് ഗേറ്റ് കയറി വന്നാൽ ഇത് ഇവിടെ എത്തും. എന്നിട്ടുള്ളവർക്ക് ഇത് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. പക്ഷേ എങ്കിലും ഒരു രസമല്ല ഇതൊക്കെ. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അതുപോലത്തെ പോയിന്റുകളായിട്ടുണ്ട്. എന്തായാലും എനിക്ക് ചുമ്മാ ഒരു രസം. വഴി പാസ് ചെയ്തപ്പം പാലക്കാട് ചുമ്മാ ഒന്ന് കയറണമെന്ന് തോന്നിയപ്പം ഫസ്റ്റ് ഞാൻ ലിസ്റ്റ് ചെയ്ത് ഇതിനെ നേരത്തെ വന്ന് ആൽബം എടുത്ത് കാണിച്ചാൽ സത്യം പറഞ്ഞാൽ മറന്നു വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇനി പാലക്കാട് വന്നല്ലേ ഫോട്ടോ കാണാൻ ഇങ്ങനെ പോകുന്നത്. നാട്ടുവെച്ച് വേഗത്ത് വന്നാലും വേണമെങ്കിൽ കുറച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് എനിക്ക് ഇപ്പോൾ ഇതിനെ തോന്നുന്നുണ്ട്. കാരണം മറ്റൊരിടത്തും ഇത്രയും എന്താ പറയുക ചെടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ മറ്റേ അതിൻ്റെ വരുന്നു. ഞാൻ മറ്റേ കന്യാകുമാരിക്ക് പോയപ്പം കാണിച്ച ഫോട്ടില്ലേ, പേര് ഞാൻ പറഞ്ഞു. ആ ഫോട്ടിൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പുരിഞ്ഞ പേരാണ്. അതിൻ്റെ നടുക്കൊരു ഗ്രൗണ്ടുണ്ട്. അവിടെ 1-2 ചെടിയും അവിടെ ഒരു ബെഞ്ച് വീട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് താഴെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, പുറത്തും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്.
അവിടെ നോക്കുകയാണെങ്കിൽ ഇരിക്കാം, കഫറ്റീരിയ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഈ ഭാഗം അതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം ഈ സമയത്ത് വന്നാലും ഇരിക്കാം, സഹിക്കബിളാണ് ഈ വെയിലുണ്ട സമയത്താണെങ്കിൽ പോലും. ചൂട് കുഴപ്പമില്ലെങ്കിൽ വെയിൽ വലിയ പ്രശ്നം ടോളറേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മുകളിൽ നമുക്ക് കിടക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. എൻ്റെ യാത്രക്കിടയിൽ ഈ സമയത്താണ് ഞാനിവിടെ വരുന്നത്. സോ എനിക്കതിനെ മാറ്റാൻ പറ്റത്തില്ല. വൈകുന്നേരം ഇവിടെ നിന്ന് വരുന്ന പോലെ എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഈ സമയത്ത് എനിക്ക് വന്നേ പറ്റൂ. സോ എനിക്ക് ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സമയത്ത് വന്നു. ഇങ്ങോട്ടായിട്ട് വരുന്നവരുണ്ടെങ്കിൽ, പാലക്കാടത്തേക്ക് വരുന്നവരുണ്ടെങ്കിൽ വൈകുന്നേരങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുക. അറിയാവുന്നവരായിരിക്കും ഓൾറെഡി. പക്ഷേ എങ്കിലും അയ്യോ നല്ല ചൂട്, കുറച്ച് വെള്ളത്തിൽ തണുത്ത് കുടിക്കണം. എൻ്റെ ദൈവം നമ്മളെ. അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് നടന്ന് ഇറങ്ങിയിട്ട് വരട്ടെ. ഒരു പൊളിഞ്ഞ് കിടക്കുന്ന വീട് പോലത്തെ ഉള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. എന്ത് സാധനം എനിക്കറിയത്തില്ല, എങ്കിലും ഒരുമാതിരി ജയിൽ മുറി പൊളിഞ്ഞതുപോലെ ഉണ്ട് കണ്ടിട്ട്. എനിവേ ഈ ഒരു ബാക്ക്ഡ്രോപ്പിലോ അല്ലെങ്കിൽ ഇതാ ഇവിടെ വെച്ചോ ഈ ഒരു ഇതിനൊക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ഫോട്ടോ എടുക്കണം എന്നുള്ളവർ നമ്മുടെ ഫോട്ടോയിലോട്ട് കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ളൊരു ഭാഗമാണിത്. അത്യാവശ്യം ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം പോലെ കിടക്കുന്നൊരു ഏരിയ. അവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. എവിടെ ഒന്ന് രണ്ട് ഫോട്ടോ എടുത്ത് വയ്ക്കാം. എൻ്റെ ഫോട്ടോ ആയതുകൊണ്ട് അത് വലിയ ഗുണമൊന്നുമില്ല, എങ്കിലും എടുക്കാം. അപ്പം എനിവേ വെയിലത്തും തണലുള്ള ഏരിയകളുള്ളതുകൊണ്ട് നമുക്ക് വരാം ഇവിടെ, കുഴപ്പമില്ല. അയ്യോ അത്യായിട്ട് ഈ തണലുള്ള ഏരിയ എത്തുന്നുണ്ടെ പോകണ്ട, കുറച്ച് നേരം ഇവിടെ നിൽക്കാം എന്ന് തോന്നിപ്പോൾ നല്ല പൊലിഞ്ഞ് വെയിലായതുകൊണ്ട്. എനിവേ ബാക്കിയും കൂടെ ഒന്ന് ചുറ്റി നടന്നിട്ട് അടുത്ത പോയിന്റിലോട്ട് പോവാം. ഈ മൈക്ക് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഔട്ട്ഡോർ ഷൂട്ടാണ്. സോ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ഒന്ന് പറയണേ. പുറത്ത് വെച്ച് ഞാൻ ഇതിനെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ചെറിയ സാമ്പിൾ എടുത്തതല്ലേ ഉള്ളൂ, അല്ല ഒരു ഫുൾ വ്ളോഗ് ഈ മൈക്ക് വെച്ച് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. സോ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ട് പറയേ. ഫോട്ടോൻ്റെ അകത്തൂടെ ഒന്ന് കയറി ഇറങ്ങി. ഇനി ഇവിടെ എല്ലാം ഉണ്ടോയെന്ന് ജസ്റ്റ് കയറി നോക്കട്ടെ. ഇവിടെ കൂടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ സാധനമുണ്ട്, അവിടോട്ട് എന്തായാലും ഒന്ന് കയറി നോക്കാം എന്തോ മുകളിലൊന്ന്. ഈശോ ഇനിയിപ്പോൾ ഇത് കൂടെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി എല്ലാം കുടിക്കണം, വെള്ളം കുടിക്കണം. വരണ്ടു പോയി ഞാൻ, എൻ്റെ അമ്മേ. അവൾ നേരത്തെ കണ്ട ആ സാധനം തന്നെ. ആ ഒരു ഭാഗം ഇവിടെ വരും, അവിടെ നിന്ന് വെടിയെടുത്ത് ഇങ്ങോട്ടാണ് വരുന്നത് കാണുന്നത്. അവൾ ആ ഒരു ഭാഗം തന്നെ കിട്ടും ഇവിടെ കൂടെ വന്ന. വേറൊരു പത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല, അതൊക്കെ തന്നെ ഉള്ളൂ. എന്നാലും വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒന്ന് കണ്ടിരുന്നിട്ട് അത് തിരിച്ചു പോകാമെന്നൊരു. അപ്പോൾ മുകളിൽ മറ്റേ ഫോട്ടോ ഫ്ലാഗ് ഉണ്ടല്ലോ. എനിവേ ഇവിടെ കയറി വന്നിട്ട് നമ്മൾ ആ സൈഡിൽ നിന്ന് കണ്ട വ്യൂ സെയിം സാധനം തന്നെ വേറൊരു ഇതിലോട്ട് വരുന്നേ ഉള്ളൂ. അതായത് ഫോട്ടോൻ്റെ 4 കോർണറിൽ നിന്ന് കാണുന്ന പോലത്തെ ഒരു വ്യൂ വരുന്നേ ഉള്ളൂ. ഇടയ്ക്കത്തെ ഒരു പോയിൻ്റെന്നേ എനിക്ക് തോന്നിയുള്ളൂ. അതിൻ്റെ എന്താ പറയുക, ഫോർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്തോന്നും എനിക്കറിയത്തില്ല. ഇവിടെ കയറി വന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അയ്യോ അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് പോവാം. ആദ്യം എന്തെങ്കിലും കുടിക്കാം, വെള്ളം എല്ലാം കുടിച്ചിട്ട് അടുത്ത പോയിന്റിലോട്ട് പോവാം. വെയിലായതുകൊണ്ട് ആമയും മീനും എല്ലാം മോളിൽ വന്ന് നിൽപ്പുണ്ട് എന്തായാലും.
ഈ പോയിന്റിലേക്ക് വരുന്ന വഴി ഒരു ചെറിയ ഓഫ് റോഡൊക്കെ കിട്ടും കേട്ടോ. അത്ര വലിയ ഓഫ് റോഡ് ചലഞ്ചൊന്നുമല്ല, പക്ഷേ എങ്കിലും ഒരു ചെറിയ സാധനം. ഇപ്പോഴത്തെ വോയിസും കുറച്ച് നേരം മുന്നേ എൻ്റെ മൈക്ക് വെച്ചിട്ടുള്ള വോയിസും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ സെക്കൻഡ് പോയിൻ്റെത്തി. എൻ്റെ പേര് കുറിച്ചിമല വ്യൂ പോയിൻറ്റ്. ഓക്കെ, ഇതൊരു സൺസെറ്റ് വ്യൂ പോയിൻ്റായിട്ടാണ് ഗൂഗിളിൽ മറ്റേ മാപ്പിൽ ഡിസ്ക്രിപ്ഷനൊക്കെ കിടക്കുന്നത്. ഞാനൊരു ജസ്റ്റിന് വേണ്ടി വന്ന് നോക്കിയത് എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാ മയിലുകൾ പെട്ടെന്ന് ശബ്ദം കയറണ നെറ്റിപ്പോയത്. ഇനി അപ്പം ഇവിടെ വേണമെങ്കിൽ സൺസെറ്റ് ടൈമിൽ വന്ന് നോക്കിയാൽ നല്ല രസമായിരിക്കുമെന്ന് പറയപ്പെടുന്നു. എനിക്കറിയത്തില്ല, സൺസെറ്റ് ടൈമിൽ ഞാനിവിടെ വന്നിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഇത് ഈ പറയുന്ന പോലെ സൺസെറ്റ് ആകുന്ന രസഭാഗമായിരിക്കും. ആ മലയൊക്കെ മൊത്തത്തിലൊന്ന് ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ടെ. ഇനി ഇതിന് മുകളിൽ മയിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ ഇതാണ് നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിൻ്റ്. വേണമെങ്കിൽ സൺസെറ്റ് ടൈമുകൾക്ക് വേണ്ടി ഒരു റൈഡിൻ്റെ എൻഡിലോ എല്ലോ കൊണ്ട് നമുക്ക് വെക്കാൻ പറ്റുന്നൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിൻ്റിലോട്ട് പോകാം. ഈ വഴി താഴോട്ട് ഇറങ്ങിപ്പോകാം കേട്ടോ. ഈ വഴി താഴോട്ട് ഇറങ്ങിപ്പോകാം. ഗേറ്റ് തുറന്നിട്ടുണ്ടെന്ന് എപ്പോഴും ഞാൻ കണ്ടേ. വ്യൂ പോയിൻ്റ് ഓപ്പൺസ് അറ്റ് 5 PM എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആ ഗേറ്റ് നോക്കാൻ നോക്കിയില്ല. ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഗേറ്റ് തുറന്ന് നടക്കുക. സോ ഇവിടെ വേണേൽ താഴോട്ട് വരാം. താഴോട്ട് വന്നിട്ട് ഇവിടെ വരെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം. അതെ, ഈ സാധനം ഇങ്ങനെ ഇറങ്ങി താഴോട്ട് വന്നാൽ ആ ഒരു ഇങ്ങനെ വന്നിവിടെ നിൽക്കും. പിന്നെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോവാം. വൈകുന്നേരങ്ങളിൽ വന്നാൽ കുറേ കിളികളൊക്കെ കാണുമെന്ന് തോന്നുന്നു. ഈ ബേർഡ് വാച്ചിങ് പോലത്തെ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു പോയിൻ്റ് ആയിരിക്കും തോന്നുന്നു. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം കുറേ കേട്ടിട്ടില്ലാത്ത കുറേ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് കിളികളുടെ. സോ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വന്നിരിക്കാൻ പറ്റുന്നൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നു. വൈകുന്നേരം ഈ പറഞ്ഞ പോലെ 5 മണി 4 മണിയായിട്ട് വന്നാൽ മതി. ആ സമയത്ത് വന്നിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ വെന്ത് പോകും. സോ 4 മണി ആയിട്ടുള്ള സമയത്ത് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ നേരെ അടുത്ത പോയിന്റോട്ട് പോട്ടെ. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഇറങ്ങുന്ന അത്ര എളുപ്പമല്ല. കാരണം ഒരുമാതിരി ഇച്ചിരി കുത്തനെയാണ്. ഈ സ്റ്റീപ്നെസ് ഉണ്ട്. സോ അതും കൂടെ ഓർത്തോണ്ട് ഇറങ്ങി വരിക. കുത്തനെ വരിഞ്ഞ് കയറേണ്ടതാണ്. സോ പിടിച്ച് കയറുക, പിന്നെ വീടരുത്. അപ്പോൾ ആക്ച്വലി ഞാനെടുത്ത വ്യൂ പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ ഇതിനകത്ത് കാണിക്കുകയെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കൂടെ ഇങ്ങനെ പോകാനാ. അത് ആക്ച്വലി അതുകൊണ്ട് ആ ഗേറ്റിൽ കൂടെ പോകണം. ആ ഗേറ്റ് അടച്ചേക്ക് പോവാം. സോ ടെക്നിക്കലി ആ മുമ്പിലത്തെ മലമ്പുഴ ഡാമിൻ്റെ ആ എൻട്രൻസിൻ്റെ ആ വഴി കയറി തന്നെ പോകണമെന്ന് തോന്നുന്നു. അതേ പറ്റത്തുള്ളെന്ന് തോന്നുന്നു. അയ്യോ, ഇപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ അല്ലാതെ വേറൊരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് കണ്ടപ്പം അതൊന്നും അറിയാനുള്ള കൗതുകത്തിന് കയറി പോയിൻ്റ് ചെയ്തത് ഇങ്ങോട്ട്. സോ എന്നാൽ അങ്ങോട്ട് ആദ്യം അതിൻ്റെ അകത്ത് കയറി ഒന്ന് കറങ്ങിയിട്ട് നേരം വന്നാൽ ലെവൽ പോയി നോക്കിയാൽ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് തിരിഞ്ഞിട്ട് കയറിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലോട്ട് വരണമെങ്കിൽ മറ്റേ മലമ്പുഴ ഡാമിൻ്റെ മെയിൻ എൻട്രൻസ് വഴി തന്നെ കയറണം. അപ്പോൾ അത് കയറാം. ഞാൻ മറ്റേ പാലക്കാട് ഫോർട്ടിൻ്റെ അവിടെ വെച്ച് പറഞ്ഞിട്ട് ഡാമിൽ വന്നോണ്ടേ ഇവിടെ വന്നൊരു ചെറിയ ഓർമ്മ വരുന്നുണ്ടോ. ആക്ച്വലി ഇവിടെ ഇതിൻ്റെ മുൻവശത്ത് വന്ന് നിൽക്കുന്നുണ്ടേ. ഈ പറഞ്ഞ പ്ലേലിസ്റ്റ് കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പണ്ട് ഇവിടെ വന്നപ്പോൾ കേട്ടിട്ടുള്ള അതേ പ്ലേലിസ്റ്റാണ് സത്യം പറഞ്ഞെങ്കിൽ തോന്നിപ്പോയി. കൊച്ചിലാണ് വന്നതുകൊണ്ട്
എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ ഇതിൻ്റെ ലിസ്റ്റിലുള്ള 2-3 പോയിന്റുകൾ ഇതിൻ്റെ അകത്തുള്ള പോയിന്റുകളാണ്. സോ ഒന്നീ ഇതിനകത്തോടെ കയറി പോകണം, അല്ലെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്യണം. സോ തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്യാന്ന് വെച്ചു, വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ഓൺ ദ റൂട്ട് പാലക്കാട് നിന്ന് കറങ്ങി പോകുന്നതേ ഉള്ളൂ. സോ ഞാൻ പറ്റുന്ന പോയിന്റുകളൊക്കെ ഇങ്ങനെ കയറി പോവാം. ഇതിനകത്ത് കയറിയാൽ നല്ലപോലെ സമയം എടുക്കും. സോ പാലക്കാട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഒരു ദിവസം വരുവാണെന്നുണ്ടെങ്കിൽ അന്ന് പോവാം. ഇന്നിപ്പോൾ തൽക്കാലം ഈ പോയിന്റുകൾ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് പോയിന്റിലോട്ട് ഞാൻ പോവാം. കുഴപ്പമില്ല അല്ലേ? ചൂട് കണക്കിലെടുത്ത് ഞാൻ ഒന്ന് തണുക്കാനല്ലോ എന്ന് വെച്ചുകൊണ്ട് ഒരു വാട്ടർഫോൾ എന്നൊക്കെ കണ്ടപ്പം ഒരു പോയിന്റ് കയറി തൊട്ടി മാപ്പിൽ ആഡ് ചെയ്തു. ഇവിടെ വന്നപ്പം കുറേ പാറക്കല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളിൽ ചെറിയ അരുവി ഒഴുകി പോകുന്നതുകൊണ്ട് ചെറിയ വെള്ളമുള്ളപ്പോൾ പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇതൊരുമാതിരി മനുഷ്യനെ വടിയാക്കുന്ന പരിപാടി, എന്നാലും പൊട്ടാറില്ല. ഇച്ചിയുടെ വെള്ളം, ഒരു പേരിന് ഇച്ചിരി ഒരു ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പരുവത്തിൽ അത്രയാ വരുന്നു. ഇതിപ്പോൾ കാണിച്ചുതരാം ഞാൻ. ഐ തിങ്ക് ഇവിടൊക്കെ ഉണ്ടാകുന്നതായിരിക്കും മര്യാദയ്ക്ക് വെള്ളമുള്ള സമയത്ത്. പക്ഷെ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഐ തിങ്ക് ഈ സാധനമാണ് ഇവരുടെ ഈ സോക്കോൾഡ് വെള്ളച്ചാട്ടം. എന്തായാലും മാപ്പ് എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്തിട്ടേക്കാം. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആക്കുക. ഞാൻ ബാംഗ്ലൂരാണ് കിടക്കുന്നത്. എൻ്റെ സോ ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങുന്ന പോലെയും കിടക്കുന്നത്. സോ സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങളെ ആക്കിയിട്ട് നിങ്ങളുടെ രീതിയിൽ നിന്ന് ആ പോയിന്റുകളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഇത് കിട്ടും. മഴക്കാലത്ത് വരുവാണെന്നായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം എന്തായാലും ചൂട് ഈ വെള്ളമൊക്കെ ഒന്ന് മര്യാദയ്ക്കാവും. പിന്നെ മാക്സിമം വൈകുന്നേരം വരാൻ നോക്കുക. ഇത് വൈകുന്നേരത്തെ പ്ലാൻ്റെ ലെങ്ത്തേ ഉള്ളൂ ഇവിടുത്തെ സാധനം. മറ്റേ ആ മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് മുകളിൽ ഇട്ടേക്കണം. ഫസ്റ്റ് മലമ്പുഴ ഡാം രാവിലെ ഫോർട്ട് പോവുക, അത് കഴിഞ്ഞിട്ട് വെയിൽ ഉറയ്ക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കുക, അത് കഴിഞ്ഞിട്ട് മലമ്പുഴ ഡാമിൽ പോവുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി 2-3 കുഞ്ഞു കുഞ്ഞു പോയിന്റുകളതല്ല ബാക്കിയെല്ലാം ആ പോയിന്റുകളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. ആ രീതിയിൽ സെറ്റ് ചെയ്താൽ ഒരു ചെറിയ യാത്ര പോലെ നിങ്ങൾക്കിത് ഈ മാപ്പിനെ യൂസ് ചെയ്യാം. സമയം നോക്കി മാത്രം വരിക. മഴ പെയ്ത് ഉള്ള സമയത്ത് വന്നാൽ ഈ പോയിൻ്റൊക്കെ ഇച്ചിലൂടെ എന്താ പറയുക വരാൻ ഒരു രസമൊക്കെ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ബോറൊന്നുമല്ല. പക്ഷേ എങ്കിലും എന്താ പറയുക ആ ഒരു ഗുമ്മില്ല, അതിൻ്റെ ഒരു ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല. നമുക്കിവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള വകയുണ്ട്. അത്യാവശ്യം ഒന്ന് ഇരുന്ന് കുറച്ച് നേരം കമ്പനി അടിച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് പോയിന്റ്, ഒരു ഇങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഹോൾട്ടിങ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ലെവലിലുള്ള സംഭവമാണ്. ആ റൂട്ട് പോയാൽ വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിവേ ഇത് ഈ വെള്ളമുള്ള സമയത്ത് ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ് വല്ലതും. ഇതിപ്പം ഇത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ഒന്ന് ഫ്രഷ് ആകാനുള്ളൊരു വകുപ്പുണ്ട്.
ആക്ച്വലി ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിൻ്റോട്ടുള്ള റൂട്ടെന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഒരു റീൽ ഉണ്ടാക്കാനുള്ള കണ്ടൻറ്റുള്ള രീതിയിലാണ്. എന്താ അറിയത്തില്ല, ആ റൂട്ട് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഓടിക്കുന്നുണ്ടെങ്കിൽ വളരെ റിലാക്സിങ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സിമ്പിൾ ആൻഡ് ലോങ് വൈൻഡിങ് റോഡ്. സോ അങ്ങനെ ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷന് എത്തിയത് കഴിഞ്ഞാൽ ഞാൻ ഒരു 6 മണിക്കൂർ കൂടെ എനിക്ക് ഓടിക്കാനുണ്ട്. അപ്പം ഫൈനൽ സ്പോട്ട് ഇതാ ഇവിടെയാണിത്. ആ തുരുത്തോലത്തിരിക്കുന്ന സാധനം കണ്ടോ, ഇതെവിടെ, അതാണ് കവ വ്യൂ പോയിൻ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മീൻസ് കവ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ഗൂഗിൾ മാപ്പിൽ കാണിച്ചേക്കുന്നത്. സോ അതാണിത്. ഇതും മറ്റൊരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, സൺസെറ്റൊക്കെ കണ്ടിട്ട് പോവാം. പക്ഷേ ഇപ്പോൾ 4 മണിയായി. ഇവിടുന്ന് ഞാൻ 7 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ 11 മണിയാവും എത്തും. സോ ഞാൻ 11 മണിക്ക് അങ്ങ് എത്തുന്നത് തന്നെ ഒത്തിരി ലേറ്റാണ്. ഇനി ഞാൻ സൺസെറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് പോയാൽ അടുത്ത ദിവസം ഞാൻ എത്തത്തുള്ളൂ. അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് സോ ഞാൻ ഇവിടെ കൊണ്ട് കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോവാണ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. മാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബൈ.